എന്റെ മക്കൾ കഴിഞ്ഞത് എന്റെ മക്കൾക്ക് വേണ്ടിയാണ് ഞാൻ ചങ്ക് പൊട്ടി നടക്കുന്നതും ജീവിക്കുന്നതും ഈ ഓടുന്നതും എല്ലാം എന്റെ മക്കൾക്ക് വേണ്ടിയാണ്. അപ്പൊ എന്റെ മക്കളെ ഇതിനകത്ത് വലിച്ചെടുക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. കാരണം അവർക്ക് വിഷം അവരെ സ്കൂളിൽ കാണുന്ന ടീച്ചർമാരുണ്ട്, കൂടെ പഠിക്കുന്നവരുണ്ട്. അത് കാണുമ്പോൾ എടി നിന്റെ അമ്മയൊക്കെ തെണ്ടിയല്ല ഇതൊക്കെ പേര് അത് അവർക്ക് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാക്കും. 15 വയസ്സുള്ള മക്കളല്ലേ അവരുടെ മനസ്സിൽ കുറെ വിഷമങ്ങൾ വരാം. അതെനിക്ക് ഭയങ്കര വിഷമം വന്നു. മക്കളെ കാണിച്ച് തെണ്ടി സ്ഥലം ഉണ്ടാക്കുന്നത്. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും സത്യം പറയാം ഇപ്പോഴല്ലേ എല്ലാരും എന്നെ തിരിച്ച് നിങ്ങളൊക്കെ വലിയ ആൾക്കാർ, നിങ്ങളുടെ ലൈഫൊക്കെ ഭയങ്കര വിലയുള്ളൂ. ഞങ്ങളൊക്കെ വെറും പീറകളല്ലേ, മണ്ടന്മാർ. ആർക്ക് വേണമെങ്കിലും പറ്റിക്കാം, ഇട്ട് തട്ടിക്കളിക്കാം. ചത്താലും ഒത്തിരി തിരിഞ്ഞു നോക്കും. ഞാൻ കൊണ്ടുതരാൻ സ്വപ്നങ്ങളായിരുന്നു. ഓരോ ദുരന്തം കഴിയുമ്പോൾ വിചാരിക്കും ഇതോടുകൂടി തീരും. ഒരു ദിവസം സമാധാനമായിട്ട് നീണ്ടു നിവർന്നു കിടന്നു. പണത്തിന്റെ ഒരു ബലം ഉണ്ടല്ലോ, അത് വളരെ വലുതാണ്. അത് ഇനി ആരൊക്കെ എന്തൊക്കെ സ്നേഹമാണ് മറ്റാണ് മറിച്ചാണ് എന്നൊക്കെ പറഞ്ഞാലും ജീവിതത്തിന്റെ ഒരു പരമാർത്ഥം എന്ന് പറയുന്നത് നമ്മുടെ സാമ്പത്തികം തന്നെ. അതില്ലെങ്കിൽ പണമില്ലാത്തവൻ പിണത്തിന് സമം എന്നും എന്റെ മക്കൾ കഴിഞ്ഞത് എന്റെ മക്കൾക്ക് വേണ്ടിയാണ് ഞാൻ ചങ്ക് പൊട്ടി നടക്കുന്നതും ജീവിക്കുന്നതും ഈ ഓടുന്നതും എല്ലാം എന്റെ മക്കൾക്ക് വേണ്ടിയാണ്. അപ്പൊ എന്റെ മക്കളെ ഇതിനകത്ത് വലിച്ചെടുക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. കാരണം അവർക്ക് വിഷം അവരെ സ്കൂളിൽ കാണുന്ന ടീച്ചർമാരുണ്ട്, കൂടെ പഠിക്കുന്നവരുണ്ട്. അത് കാണുമ്പോൾ എടി നിന്റെ അമ്മയൊക്കെ തെണ്ടിയല്ല ഇതൊക്കെ പേര് അത് അവർക്ക് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാക്കും. 15 വയസ്സുള്ള മക്കളല്ലേ അവരുടെ മനസ്സിൽ കുറെ വിഷമങ്ങൾ വരാം. അതെനിക്ക് ഭയങ്കര വിഷമം വന്നു. മക്കളെ കാണിച്ച് തെണ്ടി സ്ഥലം ഉണ്ടാക്കുന്നത്. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും സത്യം പറയാം ഇപ്പോഴല്ലേ എല്ലാരും എന്നെ തിരിച്ച് നിങ്ങളൊക്കെ വലിയ ആൾക്കാർ, നിങ്ങളുടെ ലൈഫൊക്കെ ഭയങ്കര വിലയുള്ളൂ. ഞങ്ങളൊക്കെ വെറും പീറകളല്ലേ, മണ്ടന്മാർ. ആർക്ക് വേണമെങ്കിലും പറ്റിക്കാം, ഇട്ട് തട്ടിക്കളിക്കാം. ചത്താലും ഒത്തിരി തിരിഞ്ഞു നോക്കും. ഞാൻ കൊണ്ടുതരാൻ സ്വപ്നങ്ങളായിരുന്നു. ഓരോ ദുരന്തം കഴിയുമ്പോൾ വിചാരിക്കും ഇതോടുകൂടി തീരും. ഒരു ദിവസം സമാധാനമായിട്ട് നീണ്ടു നിവർന്നു കിടന്നു. പണത്തിന്റെ ഒരു ബലം ഉണ്ടല്ലോ, അത് വളരെ വലുതാണ്. അത് ഇനി ആരൊക്കെ എന്തൊക്കെ സ്നേഹമാണ് മറ്റാണ് മറിച്ചാണ് എന്നൊക്കെ പറഞ്ഞാലും ജീവിതത്തിന്റെ ഒരു പരമാർത്ഥം എന്ന് പറയുന്നത് നമ്മുടെ സാമ്പത്തികം തന്നെ. അതില്ലെങ്കിൽ പണമില്ലാത്തവൻ പിണത്തിന് സമം എന്നും